നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ന്യൂസിനെ കുറിച്ചല്ല, ഇതിൻ്റെ കാരണത്തെക്കുറിച്ചാണ്. അനോറെക്സിയ നെർവോസ, അതായത് വണ്ണം ഇല്ലെങ്കിലും വണ്ണം ഉണ്ടെന്ന് മനസ്സിൽ തോന്നുക, അതുപോലെ വളരെ കുറച്ച് ഫുഡ് മാത്രം കഴിക്കുക, എന്തെങ്കിലും കഴിച്ചാൽ വണ്ണം വെക്കുമോ എന്നുള്ള പേടി തോന്നുക. ഇത് മാത്രം അല്ല ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണം. എനിക്ക് വലിയ വണ്ണമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഈ വയറിൻ്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ബെല്ലി ഫാറ്റ് ഉണ്ട്, അതെങ്ങനെയും കളയാൻ പറ്റുമോ? അതുപോലെ എനിക്ക് ഹൃത്തിക് റോഷനെ പോലെ ബോഡി ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് ദീപിക പടുക്കോണിനെ പോലെ ആകാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഈ ഒരു രോഗത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഇതിനൊരു ഉദാഹരണമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിച്ച 2 മണ്ടത്തരങ്ങൾ പറയാം. എൻ്റെ ഒരു ടീനേജ് കാലഘട്ടത്തിലാണ് ഈ 6 പാക്കിൻ്റെ ട്രെൻഡ് ആദ്യമായിട്ട് വരുന്നത്. അതായത് വർണ്ണമായത്തിനകത്ത് സൂര്യ 6 പാക്ക് കൊണ്ടുവന്ന സമയമായിരുന്നു. അതുപോലെ ഇരിക്കുന്നതാണ് ഹെൽത്തി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞാൻ അതുപോലെ ഡയറ്റ് നോക്കാൻ തീരുമാനിച്ചു. ആ സമയമൊന്നും ഇന്റർനെറ്റ് എല്ലായിടത്തും ലഭ്യമല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കുള്ള നോളജ് വെച്ചിട്ട് ഞാൻ ചോറെല്ലാം ഒഴിവാക്കി കുറച്ച് മീനും അല്ലെങ്കിൽ കുറച്ച് ചിക്കനും പച്ചക്കറികളും മാത്രം കഴിച്ചു തുടങ്ങി. പക്ഷേ കൃത്യം 3 ദിവസമായപ്പോഴേക്കും ഞാൻ തലയിറങ്ങി വീഴുകയും അങ്ങനെ ആ ഡയറ്റ് അവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും 2-3 ദിവസം ഞാൻ നോർമൽ ഫുഡൊക്കെ കഴിച്ച് നോർമലായി. പിന്നെ കുറച്ച് നാൾ മുമ്പോട്ട് പോയി. ഇനിയും ഫുഡ് കുറയ്ക്കുന്ന പരിപാടി ഇല്ലെന്ന് മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇറങ്ങുന്നത്. സോ ആ സമയം നമ്മുടെ വിൻ ഡീസലിൻ്റെ ബോഡി കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ആ രീതിയിലുള്ളൊരു ബോഡി ഉണ്ടാക്കാം. എന്നിട്ട് വിൻ ഡീസലിൻ്റെ ഡയറ്റ് ഞാൻ തപ്പിയെടുത്ത് അതുപോലെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഈ വിൻ ഡീസൽ എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു, അതുകൊണ്ട് തന്നെ പട്ടിണിയില്ല. പക്ഷേ കറക്റ്റ് ഒരു 1 വീക്കോളം ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തു. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ആ ഡയറ്റ് എനിക്ക് പറ്റാതായി. ഡയറിയ പിടിപെട്ട് ഞാനൊരു 2-3 ദിവസം കിടപ്പിലായി. അങ്ങനെ ആ ഡയറ്റ് ഞാൻ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു. അന്നു മുതൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി മേലാൽ ഞാൻ വേറൊരാളുടെ ഡയറ്റും വർക്കൗട്ടും അതുപോലെ ഫോളോ ചെയ്യുന്നില്ല. ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന എന്താണോ അത് മാത്രമേ ചെയ്യൂന്ന്. എന്നാൽ ആ സമയമൊക്കെ നോളജബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സ് നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഒരു 10 പേരോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ 10 പേരും 10 തരത്തിലായിരിക്കും പറയുന്നത്. അങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് 2012-ലാണോ 13-ലാണോ എന്ന് കറക്റ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല, കേരളത്തിലെ തന്നെ ഏകദേശം ഫസ്റ്റ് ബാച്ചായിട്ടുള്ള ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുകയും ഒരു 6 മാസം കൊണ്ട് എനിക്ക് ആ സർട്ടിഫിക്കേഷൻ പാസ്സാകാനും സാധിച്ചു. ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള എക്സ്ട്രീം ഡയറ്റിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സോഷ്യൽ പ്രഷറാണ്. ഈ സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടാൽ എന്തായിരിക്കും കമൻറ്റ് വരുന്നത്, അതുപോലെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടാൽ എന്തായിരിക്കും കമൻറ്റ് വരുന്നത് എന്നുള്ള പ്രഷറാണ്. ഈ സോഷ്യൽ പ്രഷർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കമ്പാരിസൺ ആണ്. സോ ഒരിക്കലും നമ്മളും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഓരോ ആളുകളുടെ വ്യക്തിത്വം വ്യത്യസ്തമായതുപോലെ തന്നെ അവരുടെ ശരീരവും വ്യത്യസ്തമാണ്. സോ ആളുകൾക്ക് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ മാത്രമേ സമയമുള്ളൂ, പോസിറ്റീവ് സൈഡ് ആരും കാണില്ല. 15 വർഷം മുമ്പത്തേതും ഇപ്പോഴത്തെ ആയിട്ടുള്ളൊരു ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്ത് ഞാൻ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഫസ്റ്റ് കമൻ്റാണ് മുടി കുറഞ്ഞു വന്നത്. സോ ഹെൽത്തിന് വേണ്ടി മാത്രം പ്രയോറിറ്റി കൊടുക്കുക, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണുക. സി യു നെക്സ്റ്റ് വീഡിയോ.